ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ഇന്ന് 42ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിരാഹാര സമരം 4ാം ദിവസത്തിലേക്കും കടക്കുന്നു. സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിനെതിരെ ഇന്നലെയും രൂക്ഷ വിമർശനങ്ങളുമായി CPM നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കേഴ്സ് സമരം നടന്ന പന്തലിന് മുന്നിൽ നിന്ന് പന്തലൊക്കെ പൊളിച്ചു കളഞ്ഞു. സമരക്കാർക്ക് മുന്നിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. താങ്കൾക്ക് ആലപ്പുഴയിലേക്ക് സ്വാഗതം. ഉമേഷ്, യഥാർത്ഥത്തിൽ ഈ സമരത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇപ്പോഴും ആശാ വർക്കേഴ്സ് സർക്കാരിന്റെ കനുവ് തേടി ഈ സമരത്തിൽ തന്നെയാണ്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 42ാം ദിവസത്തിലേക്ക് കടന്നു. അനിശ്ചിതകാല നിരാഹാര സമരം അത് 4ാം ദിവസത്തിലേക്കും കടന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം സമരപ്പന്തലിലുണ്ടായിരുന്ന നിരാഹാര സമരം നയിച്ചിരുന്ന ഒരാൾ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മാറുകയും മറ്റൊരാൾ സമരം ഏറ്റെടുക്കുകയും ചെയ്തു. നിലവിൽ നേരത്തെ സമരത്തിലുണ്ടായിരുന്ന ബിന്ദു, തങ്കമണി കൂടാതെ മറ്റൊരാൾ, അതായത് ഇന്നലെ മുതൽ മറ്റൊരാൾ കൂടി സമര രംഗത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും രൂക്ഷ വിമർശനമാണ് ഈ സമരം നടത്തുന്ന സമരക്കാർക്കെതിരെ, ആശാ വർക്കേഴ്സിനെതിരെയും സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെതിരെയും ഉയരുന്നത്. SUCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 42ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ നാളെ ഉപവാസ സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു കനിവും കിട്ടാത്ത സാഹചര്യത്തിലാണ് നാളെ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടുതൽ ആശമാർ എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിയുന്ന എല്ലാ ജില്ലകളിൽ നിന്നും ആശമാരെത്തി വലിയൊരു ഉപവാസ സമരം നടത്തി ആ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനാണ് തീരുമാനം. അതേസമയം മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും തുടരുകയാണ്. ചേച്ചി, കഴിഞ്ഞ ദിവസവും ഈ പറയുന്നത് പോലെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുള്ള ആക്ഷേപങ്ങൾ തുടരുന്നു. ഒരു വനിതാ മന്ത്രി കൂടിയായ ബിന്ദു മിനിസ്റ്ററുടെ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നോ? അവരുടെ സംസ്കാരം സത്യത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഞങ്ങൾ സമരം തുടങ്ങിയ ദിവസം മുതൽ അത് കേട്ടു തുടങ്ങിയതാണ്. ഈ 42ാം ദിവസം അത് തുടരുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ അത്ഭുതം ഉണ്ടാക്കുകയാണ്. ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? സത്യത്തിൽ വളരെ വിഷമം എന്ന് പറഞ്ഞാൽ മന്ത്രിമാരൊക്കെയാണ്, പക്ഷേ അവരും പരിഹസിക്കാൻ. ബിന്ദു മിനിസ്റ്റർ പറഞ്ഞത് ഈ സുരേഷ് ഗോപിയുടെ വന്ന് മണിമുറ്റ താവണിപ്പന്തൽ പാടിപ്പോയാൽ പോരാ, കാര്യങ്ങൾ നടപ്പാക്കാൻ ആവശ്യപ്പെടണമെന്നാണ്. അതെ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാർ പോയി വാങ്ങിക്കൊണ്ട് വരണം. ഈ 232 രൂപ വാങ്ങിക്കുന്ന ആശാ വർക്കർമാർ എങ്ങനെയാണ് കേന്ദ്രത്തിൽ പോയി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? അതിനാണ് ഒരു സംസ്ഥാന സർക്കാരിനെ ഇവിടെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും സമയാസമയം കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരത് ചെയ്യണം. ആക്ഷേപ പരിഹാസമൊക്കെ നിങ്ങൾ തുടർന്നോളൂ, അത് ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളൂ. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ചെറിയാൻ മന്ത്രി പറഞ്ഞത് സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുന്നെങ്കിൽ ആദ്യം പരിഗണിക്കുക ആശാ വർക്കേഴ്സിന്റെ കാര്യമാണ് എന്ന്. അതിൽ എന്തെങ്കിലും വിശ്വാസം? ധനസ്ഥിതി ഇവർക്ക് എപ്പോഴാണ് മെച്ചപ്പെടാൻ സാധ്യത? ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ധനസ്ഥിതി ഒരിക്കലും മെച്ചപ്പെടില്ല. കാരണം ധനസ്ഥിതിയൊന്നും നമ്മളെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ധാരാളം നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ മറ്റാളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിമാരിങ്ങനെ ഓരോരോ പ്രസ്താവന നടത്തുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് പറഞ്ഞൂടെ? നാളെ ഉപവാസ സമരം വലിയൊരു ശക്തി പ്രകടനമായി മാറുമോ? ഇന്നലെ ഇവിടെ ഈ സമരപ്പന്തലിൽ പ്രഖ്യാപിച്ച ഉപവാസ സമരം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് വലിയൊരു സ്വാധീനം സമൂഹത്തിലുണ്ടാക്കിക്കൊണ്ട് അത് ആശാവർക്കർ മാത്രമല്ല, വീടുകളിലിരിക്കുന്ന സ്ത്രീകളും അതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുന്നു. വീടുകളിൽ തന്നെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിയോ 6 മണി വരെയൊക്കെ ഉപവാസം അനുഷ്ഠിക്കാൻ സ്ത്രീകൾ സന്നദ്ധരാകുന്ന വളരെ ഒരു അത്യപൂർവമായൊരു സന്ദർഭത്തിനോടുകൂടി നാളെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോവാണ്. തീർച്ചയായും. എന്തായാലും നാളെ ഈ സമരം ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം ഇവിടേക്ക് എത്താൻ കഴിയാത്തവർ അതാത് പ്രദേശങ്ങളിൽ ഉപവാസ സമരം നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് സമരസമിതി നൽകിയിരിക്കുന്നത്. അതുപ്രകാരം വീടുകളിലും പ്രാദേശിക അടിസ്ഥാനത്തിലുമെല്ലാം ഈ സമരം മുന്നോട്ട് പോകും എന്നാണ് കരുതുന്നതും. SKN.